നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കേരളത്തിലെ കോൺഗ്രസിൽ ഉണ്ടായിരിക്കുന്ന ഈ സംഭവ വികാസങ്ങളിൽ രാഹുൽ ഗാന്ധി കടുത്ത അസംതൃപ്തിയിലാണ്, രോഷത്തിലാണ്. കെ.സി. വേണുഗോപാലിനെയും ദീപാദാസ് മുൻഷിയെയും വിളിച്ച് തന്റെ രോഷവും അസംതൃപ്തിയും രാഹുൽ ഗാന്ധി പ്രകടിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്ത തവണ കേരളത്തിൽ എന്തു വന്നാലും ഭരണം പിടിക്കുമെന്ന ദൃഢനിശ്ചയത്തോടു കൂടിയാണ് കോൺഗ്രസും UDF-ഉം മുന്നോട്ട് പോകുന്നത്. കേരളത്തിൽ ഭരണം പിടിച്ചാൽ മാത്രമേ അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിന് ഇനി നിലനിൽപ്പുള്ളൂ. കേരളം പോലെ ഈസി വാക്കുകളുള്ള ഒരു സംസ്ഥാനം, കോൺഗ്രസിന് വലിയ സാധ്യതകളുള്ള സംസ്ഥാനം കൈവിട്ടു പോയാൽ, BJP-ക്ക് വലിയ ശക്തിയില്ലാത്ത സംസ്ഥാനം, അതും തങ്ങളുടെ കയ്യിൽ നിന്ന് കൈവിട്ടു പോയി കഴിഞ്ഞാൽ അത് പാർട്ടിക്ക് അഖിലേന്ത്യാ തലത്തിൽ വലിയ തിരിച്ചടി ഉണ്ടാകും. കാരണം സംസ്ഥാനങ്ങളിൽ ഭരണം നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ദേശീയ തലത്തിൽ പാർട്ടി അതീവ ദുർബലമാകുമെന്ന് രാഹുൽ ഗാന്ധിക്ക് നന്നായി അറിയാം. അപ്പോഴാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തുടങ്ങിയ ആളുകൾക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാകുന്നതും പാർട്ടി നേതാക്കൾക്കെതിരെ ആരോപണങ്ങൾ ഉയരുന്നതും അത് വലിയ ചർച്ചയായി മാറുന്നതുമെല്ലാം. അത് പാർട്ടിയുടെ സാധ്യതകളെ ബാധിക്കുമെന്ന് കേരളത്തിൽ ഉള്ള AICC നേതാക്കൾ, കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന AICC നേതാക്കൾ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഉടൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുക്കാൻ മല്ലികാർജ്ജുന ഖാർഗെയും കേന്ദ്ര കോൺഗ്രസ് നേതൃത്വവും നിർദ്ദേശിച്ചത്. ഏതായാലും ഇത്തരത്തിൽ സ്ത്രീ വിഷയങ്ങളെക്കുറിച്ചുള്ള ആരോപണം, സ്ത്രീ പീഡനത്തെക്കുറിച്ചുള്ള ആരോപണം, ഇതെല്ലാം നേതാക്കൾക്കെതിരെ ഉയരുന്നത് ജനങ്ങളിൽ അവമതിപ്പ് ഉളവാക്കാൻ കാരണമാകുമെന്നും അത് വരുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ തിരിച്ചടി ഉണ്ടാക്കുമെന്നും രാഹുൽ ഗാന്ധി തിരിച്ചറിയുന്നുണ്ട്. കാരണം ഇപ്പോൾ ദക്ഷിണേന്ത്യയിൽ കർണാടകയിലാണ് കോൺഗ്രസിന് ഭരണമുള്ളത്. തമിഴ്നാട്ടിൽ DMK ആണ് ഭരിക്കുന്നതെങ്കിലും അതും രാഹുൽ ഗാന്ധിക്ക് ആക്സസിബിലിറ്റി ഉള്ള, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുമായിട്ട് അടുത്ത ബന്ധമുള്ള ആളാണ് MK സ്റ്റാലിൻ. ഇനി കേരളത്തിൽ കൂടെ UDF-ന് ഭരണം ലഭിച്ചാൽ, കോൺഗ്രസിന് ഭരണം ലഭിച്ചാൽ തെക്കുള്ള 3 സ്റ്റേറ്റുകൾ രാഹുൽ ഗാന്ധിയുടെ നിയന്ത്രണത്തിൽ കീഴിൽ വരും. അത് അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്ന മേൽക്കൈ വലുതായിരിക്കും. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് എന്തു വന്നാലും അടുത്ത തവണ ഭരണം പിടിക്കണമെന്ന് രാഹുൽ ഗാന്ധി നിരന്തരം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ ഉദ്ബോധിപ്പിക്കുന്നത്. എന്നാൽ അവരാകട്ടെ തമ്മിലടിച്ചും പാരവച്ചും പരസ്പരം പണി കൊടുത്തും എല്ലാം കേരളത്തിലെ കോൺഗ്രസിനെ ദുർബലമാക്കുകയാണെന്നുള്ള വിശ്വാസമാണത്രേ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ഈ ആരോപണങ്ങളിൽ അദ്ദേഹത്തിന് കടുത്ത അസംതൃപ്തിയുണ്ട്. വരുന്ന തെരഞ്ഞെടുപ്പിൽ സ്ത്രീ സുരക്ഷ വലിയൊരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കാൻ കോൺഗ്രസ് ഉദ്ദേശിക്കുകയാണ്. ആ സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിലുള്ള സ്ത്രീ പീഡനം തുടങ്ങിയ ആരോപണങ്ങൾ വിവിധ മേഖലകളിൽ നിന്നും ഉയരുന്നത്. അത് പാർട്ടിയുടെ അവകാശവാദത്തെ ദുർബലമാക്കുമെന്ന് രാഹുൽ ഗാന്ധിക്ക് നന്നായി അറിയാം. മാത്രമല്ല, രാഹുലും പ്രിയങ്കയും കേരളത്തിൽ പ്രചരണത്തിലിറങ്ങും. പ്രിയങ്ക കൂടുതലായും അഡ്രസ് ചെയ്യുക, അഭിസംബോധന ചെയ്യുക സ്ത്രീകളെയായിരിക്കും. സ്ത്രീകളുടെ സുരക്ഷ, സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ, ഇതെല്ലാം പിണറായി സർക്കാരിന്റെയും CPM സർക്കാരിന്റെയും വീഴ്ചയായി ജനങ്ങൾക്ക് മുന്നിൽ ഉയർത്തിക്കാട്ടാനുള്ളതാണ്. പക്ഷെ അങ്ങനെ പ്രിയങ്ക ഗാന്ധി സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ ഒരു സ്ത്രീ പീഡകൻ എന്ന് ആരോപിക്കപ്പെടുന്ന ഒരു നേതാവ് കോൺഗ്രസിന്റെ MLA-യും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനും ഒക്കെ ആയിരിക്കുന്നത് പാർട്ടിയുടെ മുഖം വികൃതമാക്കാനേ സഹായിക്കുള്ളൂ എന്നാണ് ഇപ്പോൾ AICC നേതൃത്വം വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഇടപെടൽ അവർ നടത്തി രാഹുൽ മാങ്കൂട്ടത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറ്റാനുള്ള നിർദ്ദേശം ഡൽഹിയിൽ നിന്ന് നൽകിയത്. VD സതീശനും അത്തരത്തിൽ നിർദ്ദേശം കൊടുത്തു. കാരണം ഇത്തരം ആളുകളെ വെച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നേരത്തെ തന്നെ കണ്ടെത്തി നടപടിയെടുത്ത് അത് ഒതുക്കി തീർത്തില്ലെങ്കിൽ പാർട്ടി വളരെ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും സതീശനെ പോലെ ആളുകൾ ഇക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രത കാണിക്കണമെന്നുള്ള നിർദ്ദേശമാണ് അത്രേ രാഹുൽ ഗാന്ധി നൽകിയിരിക്കുന്നത്. ഏതായാലും ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്, വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയൊരു തിരിച്ചടി, ഒരു സെറ്റ്ബാക്ക് ഉണ്ടാക്കാനേ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഉപകരിക്കുകയുള്ളൂ എന്ന് ഹൈക്കമാൻഡിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ നടപടികൾ ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്.